നല്ല പടമാണ് നല്ല പടമാണ് നല്ല പടമാണ്. ക്യാമിയോ അടിപൊളിയായിരുന്നു. ഋതു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ സഞ്ജുവിൻ്റെ തന്നെ അതിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ സഞ്ജുവിൻ്റെ ഭയങ്കര ഹാപ്പി. അയാളൊരു പ്രൊഡ്യൂസർ ഇങ്ങനെ ഹാപ്പി ഇല്ലേ? ഭയങ്കരമായിട്ട് മൊത്തത്തിലൊരു റൊമാൻറ്റിക് വൈബാണ്. എല്ലാം ഉണ്ട്. ആക്ഷൻ, ത്രില്ലർ, യങ്സ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു വൈബിൽ പോകുന്നത്. അപ്പൊ സെറ്റ് ഗുഡ് മൂവി, നല്ല പൾസിൽ മൂവി, നൈസ്. കൊള്ളാം, അടിപൊളി ബ്രോ, സൂപ്പർ, നൈസ് സെറ്റാണ്. കൊള്ളാം കൊള്ളാം. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? It's a nice useful love story. There's romance, action, comedy. It's a full to entertain. Also fights. Fights. Yeah. Second half has a lot of action. It has comedy also in the first half, and it's a romantic love story. How was Preeti Mukundar? Yeah, she's very pretty. ഇത് വരുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. അതെ അതെ, അപ്പം എല്ലാവരും മേനെ പി ആർക്കെയും കാണണം, ഓടുംകുതിരയും കാണണം. അതെ അതെ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, രണ്ടുപേർക്ക് രണ്ട് പടമുണ്ട്, അതുകൊണ്ട് വെറുതെ തമാശക്ക് പറഞ്ഞ. ഓക്കെ, കഷ്ടപ്പെട്ട് സംഭവം കിട്ടുന്ന സംഭവമാണ്. അപ്പം ഞാൻ എത്ര ചെറുതാളും വലുതാളും ഞാനത് ഗ്രേറ്റ്ഫുൾ ആണ്. അന്നത്തെ കാര്യം വളരെ ഹാപ്പിയാണ് ആ കാര്യം. അതെ, പപ്പ ഉണ്ട്, ഉമ്മച്ചിയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അവരൊക്കെ ഞാൻ അവരൊക്കെ ഇരുന്ന കണ്ട സിനിമ. അതായത് പപ്പ, ഉമ്മച്ചി എല്ലാവരും ഉണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. തകർക്കണം. അവൻ അവൻ്റെ പാഷനാണത്. അവനത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. അതിനുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതെ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. താങ്ക് യു. ശരി. പടം അടിപൊളി. പുതിയ ട്രെൻഡ് പടം, അങ്ങനെ പുതിയ കുട്ടികളെ യൂത്തിന്റെ അടിപൊളി സൂപ്പർ പടം. അടിപൊളി പടം, സൂപ്പറായിട്ടുണ്ട്. നല്ല പടം, അടിപൊളി, നല്ല പടം. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല പടം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഓണത്തിന് എല്ലാ ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന കിടിലൻ എൻ്റർടൈനറാണ്. പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. ലവ് ട്രാക്ക് ആയിരുന്നു മൊത്തത്തിൽ. ഇതൊരു പ്രേമവും ഫൈറ്റും ഫണ്ണും എല്ലാം ഉണ്ട്. ഫ്രണ്ട്ഷിപ്പും ഫാമിലിയും, മെയിനായിട്ട് പ്രേമവും ഒക്കെയാണ്. അതൊക്കെ അടിപൊളി എൻ്റർടൈനറാണ്. നമുക്ക് ഒട്ടും ബോറിംഗ് ആവാതെ 2 മണിക്കൂർ മിച്ചം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ പരിപാടിയാണ്. അതിൽ അഭിനയിച്ചവരൊക്കെ പുതുമുഖങ്ങൾ. ഈ പേര് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ നമുക്ക് പരിചയമുള്ള പേരെന്ന് പറഞ്ഞാൽ ഇതിലൊരു പരിചയമുള്ള അതൊരു ക്യാമിയോ റോളാണ്. അത് ഞാൻ പറയാനുള്ളത്. അത് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ കാണേണ്ടവർക്ക് കാണാം. ഗംഭീര ഒരു ഇതായിട്ട് തോന്നിയായിരുന്നു. എന്തായാലും കൊള്ളാം. പ്രത്യേക അടിപൊളിയായിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ബ്രോയുടെ ലിറിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മുഴച്ചു വരുന്നത്. എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും പടത്തിനനുസരിച്ച് ലിഫ്റ്റ് ചെയ്തത് എൻ്റർടൈനിങ് ആണ്. അതുപോലെ തന്നെ ലിറിക്സും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രാക്കുകളെല്ലാം കേൾക്കണം. ഭയങ്കര ക്രിയേറ്റീവാണ്. ഇലക്ട്രോണിക്കലിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മൂവി തലവരയിൽ തന്നെ മ്യൂസിക്കിന് നല്ല അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ പാട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. പിന്നെ ഒരു എക്സ്പീരിയൻസ് കണ്ട സമയത്ത് എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അവരാണ് പറയേണ്ടത്. ഇനി കാണാൻ വരുന്നവരോട് എല്ലാവരും പടമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പടം എൻഡ് ചെയ്യുന്നത്. ഭയങ്കര ഡൈവേർഷൻ ഉണ്ട് പടത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു തുടക്കത്തിൽ 0 ആയിട്ട് വന്നിരുന്ന് കാണുക. അപ്പോഴായിരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് വാഴ 2 ഉണ്ട്. പിന്നെ കുറച്ച് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റിലീസ് ഹാലാണ്. 12-ാം തീയതി ഹാല് റിലീസാണ്.